mighty name of Jesus. Hallelujah. അവൻ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വീണപ്പോ തീയുടെ ഉടമസ്ഥൻ മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ തീ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ ഉടയ്ക്കുവാനല്ല. നീ ഈ തീച്ചൂള വിട്ട് പുറത്തു വരണം. നീ പുറത്തു വന്നാല് നിന്റെ ദേശം വിടുവിക്കപ്പെടത്തുള്ളൂ. നീ പുറത്തു വന്നാല് നിന്റെ സമാധാനം തിരികെ വരത്തുള്ളൂ. നീ പുറത്തു വന്നാല് നിന്റെ കുടുംബം വിടുവിക്കപ്പെടത്തുള്ളൂ. നീ പുറത്തു വന്നാല് നിന്റെ ദേശത്ത് നിനക്ക് അവകാശമായി ലഭിക്കുകയുള്ളൂ. നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയത് തീ, പക്ഷെ തമ്പുരാന്റെ തീയാക്കി മാറ്റി. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് തീ ഉണ്ടാക്കിയേ, നെബൂഖദ്നേസർ രാജാവ് തീ കൂട്ടിയേ, പക്ഷേ ആ തീയെ ഇപ്പോൾ കർത്താവ് തൻ്റെ അഗ്നിയാക്കി മാറ്റിയെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. അവകാശം മാറി തീക്കകത്ത് വെച്ചേ. ഹല്ലേലൂയ. നോക്കണേ, ഇപ്പൊ തമ്പുരാൻ ഇറങ്ങി നടക്കുന്നേ. നെബൂഖദ്നേസർ രാജാവ് താൻ ഉണ്ടാക്കിയ തീയാണെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി നടന്നോ? ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പറയുക, എടാ ഞാൻ ഉണ്ടാക്കിയ തീയ, അതുകൊണ്ട് ഞാൻ ഇറങ്ങി നടക്കും എന്ന് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞോ? ഇല്ല. അതാ സ്തോത്രം. ഹല്ലേലൂയ. അതാ അതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞോ, എടാ ഞാൻ ഉണ്ടാക്കിയ തീയ, ഞാൻ അതിനെ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞ്, ഞാൻ അതിനെ വർദ്ധിപ്പിക്കുവാൻ പറഞ്ഞ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തുകൂടി ഒന്ന് ഇഴങ്ങി നടക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇതിനകത്തുകൂടി ഒന്ന് ഇറങ്ങി നടക്കണം എന്ന് നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞോ? ഇല്ല. തീ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വീണപ്പോ തീയുടെ ഉടമസ്ഥൻ മാറി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രദേശമേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവഭൃത്യന്മാരെ തൊട്ട് കളിക്കുമ്പോൾ ഹല്ലേലൂയ, നീ സൂക്ഷിച്ചോണം. കൊണ്ടുപോകുന്നവരെയും ഹല്ലേലൂയ, കൊണ്ടുപോകുന്നവർ എരിയും. ഹല്ലേലൂയ. നോക്കണേ, നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞോ, എടുത്തെറിയാൻ കൊണ്ടുപോയവന്മാരെല്ലാം കരിഞ്ഞു വീണു. സ്തോത്രം. കൊണ്ടുപോയവന്മാർ, കൂടെ നിന്നവന്മാർ എല്ലാം കരിഞ്ഞോ. ഇനി നേതാവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇനി ആരേ ഉള്ളൂ? നേതാവേ ഉള്ളൂ. കൂടെ നിന്നവന്മാര്, കൊണ്ടുപോയവന്മാര് എല്ലാം കരിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അപ്പോ നെബൂഖദ്നേസർ രാജാവ് നോക്കുമ്പോ ഹല്ലേലൂയ, തന്റെ കൂടെയുള്ള തന്റെ ഭടന്മാരെല്ലാം കരിഞ്ഞു വീഴുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുമ്പോ രാജാവ് കണ്ണ് തിരുമ്മിട്ട് നോക്കി. ഹല്ലേലൂയ. കണ്ണ് തിരുമ്മിട്ട് നോക്കിയപ്പോ രാജാവ് നോക്കിയപ്പോ ഒരു 4 പേര് തീച്ചൂളക്കകത്തൂടി നടക്കുക. 4 പേർ തീച്ചൂളക്കകത്തുകൂടി നടക്കുന്നു. രാജാവ് നോക്കിയപ്പോ 3 പേരെ ഞാൻ ഇട്ടു. സ്തോത്രം. ഹല്ലേലൂയ. 1 2 3 ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ. ശദ്രക്ക് ഇരിക്കുന്നു, മേശക്ക് ഇരിക്കുന്നു, അബേദ്നെഗോ ഇരിക്കുന്നു. 3 പേർ അവിടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നല്ല തീയുടെ വെളിച്ചത്തിൽ നല്ലതുപോലെ മുഖം കാണാം. ഹല്ലേലൂയ. സാധാരണ തീയുടെ വെളിച്ചത്തിൽ കരിക്കട്ടയാകേണ്ടതാ. പക്ഷെ നോക്കുമ്പോ രാജാവ് നോക്കുമ്പോ അല്ലെ തീക്കകത്തിരിക്കുമ്പോ ആരെങ്കിലും നമുക്ക് ആള് മനസ്സിലാകുവോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോണേ, രാജാവിന് എങ്ങനെ മനസ്സിലായി? സ്തോത്രം. ഹല്ലേലൂയ. അതൊരു ചോദ്യം തന്നെ. അത് ഞാൻ ഇപ്പോഴറിയുന്നത്. സ്തോത്രം. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഈ തീച്ചൂളക്കകത്ത്, ഇത്രയും വലിയ തീച്ചൂളക്കകത്ത്, ഇത്രയും വലിയ തീച്ചൂള, വലിയൊരു ചുറ്റളവായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുക. എൻ്റെ ചിന്തയിൽ കടന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും വലിയ തീച്ചൂളക്കകത്ത് ഇവരെ ഇടുമ്പോൾ എങ്ങനെ ഇവരുടെ മുഖം രാജാവിന് കാണാൻ പറ്റുന്നു? ഹല്ലേലൂയ. ഇടുന്നതിന് മുമ്പേ വെളിയിൽ വെച്ച് രാജാവിൻ്റെ കൂടെയുള്ള ഭൃത്യന്മാരെല്ലാം കരിഞ്ഞു പോയി. സ്തോത്രം. പിന്നെ എങ്ങനെ രാജാവിന് ഇവരുടെ മുഖം തെളിച്ചെടുക്കാൻ കഴിയും? ഹല്ലേലൂയ. തെളിമയോടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏത് പ്രതികൂല തീക്കകത്ത് നിന്നെ ഇട്ടാലും നിന്റെ മുഖം ഹല്ലേലൂയ ശത്രു കാണും. ഹല്ലേലൂയ. നിന്റെ മുഖം ശത്രു കാണും. നിന്റെ മുഖം ശത്രു കാണും. നീ അതിനകത്ത് തകർന്നു പോകത്തില്ല കുഞ്ഞെ. നീ അതിനകത്ത് വീണു പോകത്തില്ല. നീ അതിനകത്ത് ഉടഞ്ഞു പോകത്തില്ല. നിന്നെ ഇടുന്നവൻ നിന്റെ മുഖം കാണും. ഹല്ലേലൂയ. നിന്നെ ഇടുന്നവൻ നീ തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇട്ടെ, നിന്നെ ഇടുന്നവൻ നീ തകരട്ടെ എന്ന് പറഞ്ഞാൽ ഇട്ടെ, പക്ഷെ നിന്റെ മുഖത്തെ അവൻ കാണാൻ പോവുകയാ. നിന്റെ മുഖത്തെ അവൻ കാണാൻ പോവുകയാ. നിന്റെ മുഖത്തെ അവൻ ദർശിക്കാൻ പോവുകയാ. അതുകൂടാതെ 3 പേരിട്ടോ. രാജാവ് കണ്ണു തിരുമ്പി നോക്കി. 3 പേരെ എങ്ങനെയോ വളരെ വ്യക്തമായിട്ട് ഞാൻ കാണുന്നുണ്ട്. രാജാവ് നോക്കുമ്പോൾ 4-മൻ ഒരുവൻ കൂടി ആ തീച്ചുളക്കകത്ത് നിൽക്കുകയാണ്. ആരായിരുന്നു? രാജാവ് നോക്കുമ്പോൾ രാജാവ് തന്നെ പറയുന്നു, അതൊരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതൊരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പൊ നെബൂഖദ്നേസർ രാജാവിന് എന്തറിയാം? ദൈവപുത്രൻ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അപ്പൊ ഇവൻ നിർത്തിയ ബമ്പം എന്തിനാ ഇവൻ നിർത്തിയേ? ഇവൻ അറിയത്തില്ലേ ഇങ്ങനൊരു ദൈവമുണ്ടെന്ന്? അറിയാം. പക്ഷെ എന്നാലും അവന്റെ അഹങ്കാരം. ഹല്ലേലൂയ. അറിയാം തീ കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നല്ലൊരു ദൈവമുണ്ട് എന്നവന് നല്ല ബോധ്യമുണ്ട്. എങ്കിലും നെബൂഖദ്നേസറേ, നിനക്ക് അഹങ്കാരമല്ലേ?
ഉടമന ശമന ഘടക വർധന പ്രബല ഹതുരിബിലി ഘടകതുട ഘടകസിയ. രാജാവേ, അമ്മ നിനക്ക് എന്തിൻ്റെ കുറവാ? ഹല്ലേലൂയ. അമ്മ രാജാവ് നോക്കിയിട്ട് പറയുക, മറ്റാർക്കും വെളിപ്പെടാത്ത കാര്യം രാജാവിന് വെളിപ്പെടുകയാണ്. നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. സ്തോത്രമുള്ളിൽ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അമ്മ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അപ്പൊ ദൈവപുത്രനോട് ഒത്തിരിക്കുന്നെങ്കിൽ അമ്മ ഇവന് നല്ല ബോധ്യമുണ്ട് ദൈവപുത്രൻ എങ്ങനെ ഇരിക്കുമെന്ന്. സ്തോത്രമുള്ളിലുയ ദൈവപുത്രൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഇവന് നല്ല ബോധ്യമുണ്ട്. നല്ലൊരു വെളിപ്പാട് ഇവന് കിട്ടി. സ്തോത്രമുള്ളിൽ തീക്കകത്ത് കിടക്കുന്നവൻ നാലാമത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അപ്പോ ഈ തീച്ചൂളക്കകത്ത് കിടന്ന് അവൻ നല്ലൊരു തകർന്നു പോകാൻ ഇട്ടവന്മാർ ഇപ്പോൾ 4 പേരായിട്ട് അവൻ ദൈവപുത്രനോടൊത്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ തീച്ചൂള എന്ന് പറഞ്ഞ ഇട്ട്, പക്ഷെ ഇവരിപ്പോ അവൻ സ്വിമ്മിംഗ് പൂൾ പോലെ നീന്തുകയാണ് അതിനകത്ത് കിടന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ തീച്ചൂള എന്ന് പറഞ്ഞിട്ടതാ, പക്ഷെ ഇപ്പോ അവൻ സ്വിമ്മിംഗ് പൂളിനകത്ത് നീന്തുന്നത് പോലെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും അവൻ നീന്തുകയാ. അമ്മ ഞാൻ പറയട്ടെ, അമ്മ ഇവരെ കൊണ്ടുപോയത് എങ്ങനെയാ? കൈയും കാലും ഒക്കെ കെട്ടി ബന്ധനസ്ഥനാക്കി എവിടോട്ട് കൊണ്ടുപോയി? തീച്ചൂളക്കകത്തേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ഒരു മുടി കത്തിപ്പോയില്ല കേട്ടോ. സ്തോത്രം. ഒരു മുടി, ആ മുടി നാരിഴ കത്തിയില്ല, പക്ഷേ ഈ കെട്ട് പൊട്ടി. സ്തോത്രം. ഹല്ലേലൂയ. കെട്ട് അവൻ പൊട്ടി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാ, ഈ തീച്ചൂള നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് ഈ കെട്ട് പൊട്ടിക്കാനാ. ഹല്ലേലൂയ. ഈ തീച്ചൂള നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് ഈ കെട്ട് പൊട്ടിക്കാനാ. ഈ കെട്ട് പൊട്ടിയാലേ ഹല്ലേലൂയ നിനക്ക് നടക്കാൻ പറ്റും. ഈ കെട്ട് പൊട്ടിയാലേ നിനക്ക് തമ്പുരാൻ പറയുന്ന പോലെ നടക്കാൻ പറ്റും. ഈ കെട്ട് പൊട്ടിയാലേ നീ അതിനകത്ത് പുറത്തു വരും. ഈ കെട്ട് പൊട്ടിയാലേ നീ രാജ്യം ഈ കെട്ട് വച്ചോണ്ടിരുന്ന നീ രാജ്യത്തെ അവകാശമാക്കുകയില്ല. ഈ കെട്ട് വച്ചോണ്ടിരുന്ന നിനക്ക് രാജ്യം പുറത്തു വരാൻ കഴിയത്തില്ല. ഈ കെട്ടും വെച്ചോണ്ട് നീ നടന്ന നിനക്ക് രാജ്യം വിട്ട് പുറത്തു വരുവാൻ കഴിയത്തില്ല. ഈ കെട്ടും വെച്ചോണ്ട് നടന്ന നിനക്ക് രാജ്യത്തിനകത്ത് ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് ചലിക്കുക കഴിയത്തില്ല. എന്നാൽ ഈ തീക്കകത്ത് ഇറങ്ങിയോ നിന്റെ കെട്ടുപോട്ടം